നല്ലതാണ്. ആദ്യമേ എൻ്റെ പേരിൽ തന്നെ തുടങ്ങാം. ഞാൻ ആദ്യം വെച്ച് ദാദാ എന്ന് പറഞ്ഞ് കയറി. അപ്പോൾ ഞാൻ വെച്ച് ഫുൾ തമിഴ് സിനിമയായിരിക്കും, ഭയങ്കര അടി ബഹളമൊക്കെ അയക്കുന്നു. പക്ഷേ ഞാൻ സ്റ്റോറി ലൈനെ ഒന്നും വായിക്കാതെ കയറിയതാണ്. ഡാഡ എന്നാണ് സിനിമയുടെ പേരെന്ന് എനിക്ക് പിന്നെയാണ് തുടങ്ങിയത്. വളരെ നല്ല സിനിമ. ബിക്കോസ് ഈ ആക്ടർ ആരെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു, ആക്ട്രസ് ആരെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഭാഗ്യരാജ് എന്ന് പറഞ്ഞ ഒരു വെറ്ററൻ ആക്ടർ ഉണ്ടെന്നുള്ള കാര്യം അറിയായിരുന്നു. അത് കൂടാതെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഐ വാസ് ബ്ലോൺ അവേ. ഇവരുടെ പെർഫോമൻസ് വെച്ചായിരുന്നാലും ആ സിനിമ എടുത്തേക്കുന്ന രീതിയായിരുന്നാലും വളരെ ഒരു ഡിഫറെൻ്റ് എന്ന് ഞാൻ പറയില്ല. ഇതുപോലത്തെ ടീംസൊക്കെ നേരത്തെ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എൻഡ് പ്രോഡക്റ്റ് മൂവി ആസ് എ ഹോൾ ഒരു റൊമാൻസ് ഉണ്ട് അതിൽ. എല്ലാ ഓഡിയൻസിനും ഒരു ഇതുണ്ട്. ഫാമിലി ആയിരുന്നാലും ഒരു റൊമാൻറ്റിക് ഒരു ചാമുണ്ട് സിനിമയ്ക്ക്. കൊച്ചു കുട്ടികൾക്കായിരുന്നാലും നല്ലതാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു സോഷ്യൽ മെസ്സേജും കൂടെ പോകുന്നുണ്ട് സിനിമയിൽ. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലീഷേസ് വരുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ആസ് എൻ എൻഡ് പ്രോഡക്റ്റ് സിനിമയിൽ നല്ല പാട്ടുണ്ട്, നല്ല ആക്ടിംഗ് ഉണ്ട്, നല്ല ആക്ടിംഗ് ഉണ്ട്, നല്ലപോലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സ്ക്രീൻ പ്ലേ, നല്ല ഡയലോഗ് ഡെലിവറി, സോ നല്ല എനർജി ലെവൽസ്. ஸோ ஓவரால் தி மூவி இஸ் ரியலி குட். சூப்பராக இருக்குது. 100% இப்போ இருக்க ஜென்ரேஷன் பார்க்க வேண்டிய படம். ஒரு லைஃப் எப்படி ஹேண்டில் பண்ணுறதுங்கிறது இதை பார்த்து நம்ம தெரிஞ்சுக்கலாம். ஃபேமிலி என்ட்ரி இப்போ தான் ஃபஸ்ட்டு என்ட்ரி படம் மாதிரி சூப்பராக இருக்குது. ரிவ்யூ எல்லோரும் பார்க்கணும், கண்டிப்பாக பார்க்க வேண்டிய படம். நல்லா இருந்துச்சு, எமோஷ்னலாக இருந்துச்சு. മൂവി ആക്ച്വലി കൊള്ളാം. ക്ലൈമാക്സ് നല്ല സൂപ്പർ എമോഷണൽ ആയിട്ടുണ്ട്. ആൻഡ് കഥ കോൺസെപ്റ്റ് ഈസ് നൈസ് വൺ. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല. എൻഡിങ് വന്നിട്ട് വേറെ ലെവലായിരുന്നു. കൊള്ളാം, നൈസ്. ஒரு நிமிஷம் படம் எப்படி இருக்கு சொல்லுமா? நல்லா இருக்குப்பா, நல்ல சென்டிமெண்ட்டாக இருக்குது, நல்ல ஃபீல். ஒரு அப்பான்ற ஒரு நல்ல ஒரு பொசிஷன் காமிச்சிருக்காங்க. நல்லா இருக்கு. எமோஷனலாக நல்ல இந்த ஜென்ரேஷனுக்கு பார்க்க வேண்டிய படம் இதெல்லாம். இந்த ஜென்ரேஷனில் லவ் பண்ணுறவங்க அவங்களுக்கு ஏற்ற ஒரு நல்ல கதை இது, பார்க்கலாம். நல்லா இருக்கு படம், சூப்பராக இருக்கு. சொல்லலாம், நல்லா இருக்கு. இமோஷனல் படம், அது எமோஷனல் படம். நல்லா இருக்கு படம். இட்ஸ் லைக் எ ஃபேமிலி மூவி. இட்ஸ் ரியலி குட். ஃபேமிலியாக வந்து பார்க்கலாம். கண்டிப்பாக எமோஷ்னலாக இருக்குது. ப்ளஸ் வந்து ஃபேமிலி எல்லாம் வந்து பார்க்கலாம். ஆமாம், ஃபேமிலி நல்லா இருக்குது. நல்லா கொண்டு போயிருக்காங்க. சூப்பராக இருக்குது. സൂപ്പറാണ് ബ്രോ. കിടിലൻ മൂവിയാണ്. നേരത്തെ കല്യാണം കഴിക്കുന്ന യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സൂപ്പർ ഫാമിലി എല്ലാം. ഇപ്പോഴത്തെ ഇപ്പം 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണ്. അവർക്കെല്ലാവർക്കും കാണേണ്ട ഒരു പടം. കാണാം, சூப்பர் படம். சூப்பர். தாதா மூவி நல்லாவே இருந்துச்சு. ஃபஸ்ட்டு ஸ்டார்டிங்கில் இருந்த மாதிரி க்ரூஷியலாக இருந்த மாதிரி எண்டிங்கில் ரொம்பவே சூப்பராக இருந்துச்சு. எண்டிங் வந்து பார்க்கும்போது ரொம்ப ஃபேமிலி சென்டிமெண்ட்டாக ரொம்ப நேச்சுரலாகவே நல்லா இருந்துச்சு. தேங்க்யூ.